ഇനിയിപ്പോ അതിലൊരു പ്രശ്നം വേണ്ട. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരും എന്താ ഒന്നും മിണ്ടാത്തെ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. മാം ഇപ്പൊ ജോയിൻ ചെയ്യോ കേട്ടോ. ഓക്കെ. നമ്മള് മറ്റേ ക്ലാസ് തീരുമാനിച്ചു കേട്ടോ. അല്ലെ ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കണ്ടായിരുന്നില്ലേ ഏത് ട്യൂസ്ഡേയ്സിലാണ്? നമ്മള് സൺഡേസ് വൺസ് ഇൻ എ മന്ത് വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് കേസ് Okay. ടേക്കിങ്ങിന്റെ. ഓക്കെ. മോസ്റ്റ് പ്രോബബിലി ഡേറ്റും സെറ്റ് ആക്കിയിട്ടില്ല. മോസ്റ്റ് പ്രോബബിലി ഓഗസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും, 3rd സൺഡേ എന്നുള്ള രീതിക്ക്. മാം ജോയിൻ ചെയ്തു. നമ്മൾ ഈ അതുപോലെ തന്നെ പ്ലാനിലുള്ളവരല്ലേ? ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇതിലുള്ള എല്ലാവർക്കും കേസ് ടേക്കിംഗ് അല്ലേ, അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആകുമല്ലോ. ഓഫ്ലൈൻ അല്ലേ? ഓഫ്ലൈന് സൺഡേസ്, ഓഫ്ലൈൻ ആയിട്ട്. പിന്നെ അതുപോലെ ട്യൂസ്ഡേയ്സ് ഓൺലൈൻ ആയിട്ട് നമുക്ക് കേസ് പ്രസന്റേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കേസ് പേപ്പർ കേസോ ഫെയിൽ കേസോ അങ്ങനെ എങ്ങനെയെങ്കിലും വേണമെങ്കിൽ ചെയ്യാന്ന്. അത് ട്യൂസ്ഡേയ്സിലാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് അത് ഞാൻ എല്ലാവരും അറിയിക്കും. പിന്നെ മിനറലും അടുത്ത സെഷൻ മിനറലിൽ തുടങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്, ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും. ഏതാണോ സൗകര്യം അതിനനുസരിച്ച് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ബാച്ചിനുള്ളവർക്ക് സൺഡേ ആയിരിക്കും ഉണ്ടാവുക, 3rd സൺഡേസിൽ. കേസ് ടേക്കിംഗ് ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, അത് കുഴപ്പമില്ല. പിന്നെ ട്യൂസ്ഡേസിലും പേപ്പർ കേസ് ആയിരിക്കാം, ഫെയിൽ കേസസ്, ഓരോരുത്തർക്കും ഡൗട്ട്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ കേസസ് കൊണ്ടുവരാം. അങ്ങനെയാ വിചാരിക്കുന്നത്. ഹായ് നസീമ. ഹലോ. ഹായ്, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം. നമ്മള് ഓഗസ്റ്റ്, ഞാൻ നസീമ പറഞ്ഞത് കുറച്ചേ കേട്ടുള്ളൂ, ബാക്കി ഞാൻ പറയാം. ഒരു ഓഗസ്റ്റ് മുതൽ ഒരു 8 മന്തിന് എക്സിസ്റ്റിംഗ് മിനറൽ അറിയുന്ന ആൾക്കാരില്ലേ, മിനറൽ പ്ലസ് പ്ലാന്റ് ആകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. മിനറൽ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ഈ ഒരു നോളേജ് അപ്ലൈ ചെയ്യണമല്ലോ. അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു സഹായം വേണ്ടിവരും. അപ്പൊ അതിന് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ റീചെക്ക് ചെയ്തു എപ്പോഴാണ് നമുക്ക് ടൈം കിട്ടുക എന്നത്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ചൊവ്വാഴ്ചകളിൽ ഞാൻ കുറച്ച് ഒ പി നോക്കാറുള്ളൂ. രാവിലെ വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും എനിക്ക് ഒ പി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു പീരീഡിൽ ഈ ഒരു ബാച്ചിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ഓൺലൈൻ. അപ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ ഒരു ഇതിലിരുന്ന് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് മാസത്തിൽ ഒരു സൺഡേ എനിക്ക് അത്രയേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സൺഡേ ഫിക്സഡ് ആണ്. 3rd സൺഡേ അല്ലേ നസീമ? വിചാരിച്ചിരിക്കുന്നത് 3rd സൺഡേ എന്നാ മാം. 3rd സൺഡേ ബാക്കി എല്ലാവരും വരും, കാലിക്കറ്റ് അവിടെ നിന്നൊക്കെ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എൻ്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കേസ് ടേക്കിംഗ് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ മിനറൽ കിങ്ഡം നന്നായി അറിയണം. അപ്പൊ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് അത് പഠിപ്പിച്ചു തരുമോ, കേസ് ടേക്കിംഗ് പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം കേസ് ടേക്കിംഗ് സെഷൻ എടുക്കാൻ പറ്റില്ല. എന്തിനു വേണ്ടി കേസ് എടുക്കണം എന്നുള്ളത് അറിഞ്ഞാലല്ലേ ആ കേസ് ടേക്കിംഗ് നമുക്ക് ഈസിലി കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാനങ്ങനെ വിചാരിക്കുന്നത് എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ കുറച്ച് സ്റ്റുഡൻസിനൊക്കെ ആയിട്ട് സംസാരിച്ചു. ഒരാൾക്കും ഹോമിയോപ്പതി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഹോമിയോപ്പതിയിലെ സക്സസ് ഒക്കെ കാണും എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെയുള്ള സക്സസ്സുകൾ. അതല്ലെങ്കിൽ നമുക്ക് സീനിയർ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ടിപ്സ് വീണ്ടും അവർ കൊടുക്കുമ്പോൾ അതിന് ആക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു വേ വേണം, കൃത്യത വേണമല്ലോ. അപ്പൊ അത് നമുക്ക് കാണിപ്പിച്ചു കൊടുക്കാൻ പറ്റും, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, അവരുടെ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. ഫസ്റ്റ് തുടങ്ങാൻ മിനറൽ കിങ്ഡം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും മിനറൽ കിങ്ഡം നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അത് ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു നോളേജിനെ ഒന്നും അല്ലാതെ ആക്കരുത്. അത് വിചാരിച്ചിട്ടാണ് ഈ ചൊവ്വാഴ്ചകളിൽ എനിക്ക് തിങ്കളാഴ്ച നല്ല ഒപ്പിയ കാലിക്കറ്റെ. അപ്പൊ ചൊവ്വാഴ്ച എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എടുക്കാൻ. പക്ഷെ ഞാൻ ഈ ഇത്രയും പഠിപ്പിച്ചിട്ട് ബാക്കി കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ലാതെ പോകും. അതുകൊണ്ട് ചൊവ്വാഴ്ചകളിൽ നമ്മളൊരു 10 to ടൈമൊക്കെ അങ്ങനെ ഫിക്സ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈ ഗ്രൂപ്പിന് കേട്ടോ. ഇതിപ്പം അധികം ആൾക്കാർ ഇതിലെല്ലാവരും മിനറൽ കിങ്ഡം കഴിഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്.
അപ്പൊ നമുക്ക് കേസ് ടേക്കിംഗ് പഠിപ്പിക്കണമെങ്കിലും ഹോമിയോപ്പതി നെക്സ്റ്റ് സ്റ്റെപ്പ് പഠിപ്പിക്കണമെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ കേസ് ഡീൽ ചെയ്യേണ്ടത് അറിയിക്കുകയാണ്. അപ്പൊ ക്യാൻഫർ ഓരോരുത്തർ പറഞ്ഞു കൊടുത്തോളൂ. നിഷക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പൊ പറയാൻ ക്യാൻഫർ വെച്ചിട്ട് പറഞ്ഞോളൂ. കുറെ നേരം ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ ചോദിക്കാതെ ഇത് പറഞ്ഞു. 2 ഇപ്പൊ സോൾ എടുത്ത് തുറന്നു വെച്ചു. ആ ക്യാമ്പർ പറയുന്നത് നോക്കുമ്പോ സോളില് ക്യാമ്പർ ഇല്ല. എന്നെ പറ്റിക്കരുതായിരുന്നു. സോളെന്ന് കൊണ്ട് തുടങ്ങിയ ഗ്രൂപ്പാണിത്. ബുക്കും വെച്ചിരിക്കുക. എനിക്ക് അബദ്ധം പറ്റിയതാണേ. എന്നിട്ട് എന്നോട് നസീമ പറയാ നമുക്ക് എന്നാ ടാരന്റിലേക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ക്യാമ്പർ സ്റ്റേറ്റിൽ ആയി കഴിഞ്ഞു, ഇനി ഞാൻ ക്യാമ്പറിന്ന് മാറില്ല പറഞ്ഞു. ഞാൻ അവിടെ തപ്പി ലാപ്പാച്ച പണിയും മുടങ്ങി. എവിടെ നോക്കില്ല. ഞാൻ പിൻവാങ്ങി. ലോറെയിൽസിലാണ് മാഗ്നോളിക്സ് ലോറെയിൽസ്. അപ്പോ സാരില്ല, നമ്മള് സാധാരണ ക്യാൻഫർ ലോറൽസ് ആണ്. ഇതൊന്നും അറിയാത്ത ആൾക്കാരെ നമുക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക? പറഞ്ഞു, സിംറ്റം പറഞ്ഞു. എന്തിനാ ക്യാൻഫർ കൊടുക്കാറ്? ഡോക്ടർ കയറി മാറി. മൈക്ക് ലെതർ ഡോക്ടറുടെ മാറി. എന്തൊക്കെ സിംറ്റത്തിനാ നമ്മള് ഒരു കാര്യമായിട്ടൊന്നും ആലോചിക്കാതെ ഏത് സിംറ്റത്തിന് വേണ്ടിയിട്ടാ ക്യാൻഫർ കൊടുക്കാറ്? ആർക്ക് വേണമെങ്കിൽ പറയാട്ടോ. എല്ലാവരും വീഡിയോ ഓൺ ആക്കി. എക്സ്ട്രീം പ്രോസ്ട്രേഷൻ ആഫ്റ്റർ ഡയറിയോ വോമിറ്റിംഗ് ആ രീതിയിലുള്ള സിംറ്റംസിന്. ഓക്കെ, പിന്നെ കോളറ. യെസ്, ഓക്കെ. പിന്നെ നമ്മളിപ്പോ ഒരു കൺഫേം ആയിട്ട് ക്യാൻഫർ കൊടുക്കണം. കോളറയ്ക്കാണെങ്കിലും കോളറ എന്ന് വെച്ചാൽ ഇന്റൻസ് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെ, അപ്പോ കുറെ മെഡിസിൻ ഇല്ലേ, നെക്സോമിക്ക് കൊടുത്തൂടെ കോളറയ്ക്ക്? പിന്നെ എന്തൊക്കെയാ കോളറയ്ക്ക് കൊടുക്കാൻ പറ്റിയ മെഡിസിൻസ്? യെസ്. അപ്പൊ എങ്ങനെയാ നമുക്ക് ക്ലിയർ കട്ടായിട്ട് ക്യാൻസർ കൊടുക്കാൻ പറ്റുക? അങ്ങനെ പഠിക്കണ്ടേ? നമുക്ക് അറിയാം കോളറയ്ക്ക് കൺട്രോൾ ഇല്ലാതെ പോകും. ക്യാൻസറിന് ഡയേറിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? Ma'am, in camphor, there's extreme acute. The miasm is acute, and the discharges there's no discharges, and the patient is very sensitive to everything, noise, sound. He's always angry. He doesn't want anyone near. Is it same to veratrum also? Yeah, very near to veratrum. Yes. Coldness of the whole body, but does not want to cover. അത് ഡയറി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയല്ലേ എല്ലാവർക്കും? അതെ, ഒരു ഡിബേറ്റ് പോലെ എടുക്കൂ അല്ലേ? അല്ല, നമ്മള് ക്ലിയർ കട്ടായിട്ട് മെഡിസിൻ പറയണം. കോളറായിട്ട് വരുമ്പോഴേ നമുക്ക് ആ പേഷ്യന്റിന്റെ മൈൻഡ് അധികം കിട്ടില്ല. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഉള്ള മൈൻഡ് അല്ലേ അവർക്ക്. യെസ് യെസ്. അപ്പൊ എങ്ങനെയാ നമുക്ക് അതിനെ ഒന്ന് ശരിയാക്കാൻ പറ്റുക? ആ മൈൻഡിന് എന്താ പ്രത്യേകത ഉണ്ടാവുക? കൺഫ്യൂഷൻ ആയിരിക്കും, അന്തോ കുന്തോ ഇല്ലാതെ ഉള്ളൊരു രീതി. ഭയങ്കര ആങ്സൈറ്റി ഉണ്ട്, ഫിയർ ഉണ്ട്, ഒക്കെ കോമൺ അല്ലേ? പക്ഷെ And he doesn't want to be alone, left alone. He has a fear of being alone. കോളറ വന്ന എല്ലാവർക്കും അങ്ങനെയാ. എന്ത് അസുഖം വന്നാലും നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമോ? അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ കോളറ നമുക്ക് കൊടുക്കണം. കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തായാലും റെപ്പഡൈസ് ചെയ്യുന്നു വിചാരിക്കണം. അങ്ങനെ നല്ല സ്വഭാവം നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോ അതിന്റെ കറസ്പോണ്ടിങ് ഏതൊക്കെ മെഡിസിൻ വരണം? ക്യാൻഫറയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഏതൊക്കെ മെഡിസിൻ വരണം? വെരാട്ര ആണെന്നെങ്കിൽ ഉറപ്പിക്കണമെങ്കിൽ എന്തൊക്കെ മെഡിസിൻ വരണം? വേറൊരു ഡീഡിയും കൂടിയും പറയട്ടെ. ക്യാൻഫറും ലിലിയേസിയ ഫാമിലിയും എഴുതി വെച്ചോളൂ. ലോറൽസ്, ലിലിയേസിയ ഫാമിലി ആൻഡ് ഫംഗൈ. ഫംഗൈ എന്ന് പറഞ്ഞാൽ ലേക്കപ്പൊടിയും. ഇതെല്ലാം ഫംഗൈ കുറേ ഉണ്ട് കേട്ടോ. ഒരു റെപ്രസെന്റേറ്റീവിനെ പറഞ്ഞതാ. ഇതിനൊക്കെ ഒരു സിമിലാരിറ്റി കാണും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിനെ വീണ്ടും നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുക? ഈ വയറിളകി പോകുമ്പോഴും ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്നുണ്ടോ? അത് ചെയ്യുന്നൊക്കെ പറയണ്ടോ? ഈശ്വര, ഇത് യൂട്യൂബിൽ പറഞ്ഞതാണ്. കൺട്രോൾ ചെയ്യാൻ നോക്കും. കൊളാപ്സ് വരുന്നതാണ് ഡോക്ടറെ. അതല്ല, അതിനുണ്ടോ കൊളാപ്സ്? കൊളാപ്സ് കൂടുതൽ ഒരു വെള്ളം പോയി കഴിഞ്ഞാൽ ഉണ്ടായിക്കൂടെ? വെരാട്രത്തിനും വന്നൂടെ?
അപ്പൊ നമുക്ക് പഠിക്കാം. സഡൻ വീക്ക്നെസ് ഉണ്ടാവും. യെസ്, ഇത് കറക്റ്റ്. സഡൻ പക്ഷെ വീക്ക് അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇതെല്ലാം എല്ലാ ഡയേറിയ ഉള്ള മെഡിസിൻസിനും അപ്ലിക്കബിൾ അല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് ക്യാൻസർ കൊടുക്കാൻ പറ്റുക? എന്തായിരിക്കും ഒരു എക്സ്ട്രാ പോയിന്റ്? എന്തായിരിക്കും? ഹിസ്റ്ററിക്കൽ ഫിയർ ഉണ്ടാവോ? ഹിസ്റ്ററിക്കൽ ഫിയർ. ഹിസ്റ്ററിക്കൽ ഫിയർ, യെസ്, ഹിസ്റ്ററിക്കൽ ഫിയർ ആണ് കാണുക. എന്തുകൊണ്ടാണ് ഹിസ്റ്ററിക്കൽ Okay, ഫിയർ? I found this on the web for hysterical fear. Check it out. ശരി, വർത്താനം പറയണ്ട, സോറി. എങ്ങനെ ഹിസ്റ്ററിക്കൽ ഫിയറിനെ നമുക്ക് കൊടുക്കാം? നമുക്ക് ഞാൻ Okay, I വായിക്കാം. found this on the web for can fear. Check it out. Ma'am, he has a fear of death. He has a fear of death. He thinks he'll die. Yes, And he feels relief when he finds out that he's alive. കറക്റ്റ്. പറഞ്ഞുതരാം. അപ്പൊ അതിന് നമുക്ക് എക്സ്പ്ലനേഷൻ എങ്ങനെയാ? ഒരു ക്യാൻസറിനെ കുറച്ചുകൂടി നമുക്ക് ഡീപ്പർ ലെവലിൽ പഠിക്കണമെങ്കിൽ ക്യാൻസർ എന്നുള്ള സംഭവം എവിടുന്ന് എടുക്കണത്? ആ മെഡിസിൻ എന്ന് വെച്ചാല് ഈ കർപ്പൂരം ഉണ്ടാക്കുന്ന മരം അല്ലേ? ഈ കർപ്പൂരം ഉണ്ടാക്കുന്ന മരത്തിൽ നിന്ന് കർപ്പൂരം എങ്ങനെയാ ഉണ്ടാക്കണേ? അതിലൊരു പശ വരും, ഗമ്മാണത്. പശയിലെ നമ്മൾ വേപ്പറൈസ് ചെയ്തിട്ട് അങ്ങനെ ക്യാൻസർ എന്നുള്ള ഒരു മെഡിസിൻ ഉണ്ടാക്കി. അപ്പോ പിന്നെ നമുക്ക് അറിയേണ്ടത് അപ്പോ ഈ ക്യാൻസറിന്റെ കുടുംബം ഏതാ? കുടുംബം എന്ന് പറയുന്നത് മെഗ്നോറിഡയാണ് കൂട്ടുകുടുംബം. അതിന്റെ കുടുംബം വരുന്നത് ലോറൽസ്. ഇനി ലോറൽസിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ക്യാംഫർ ഉണ്ട്, കറുവപ്പട്ടയുണ്ട്, അവക്കാഡോ ഉണ്ട്. ആരെയും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ? 3 എണ്ണം ഉണ്ട്. ക്യാംഫർ ഉണ്ട്, സിന്നമോൺ ഉണ്ട്, ആൻഡ് അവക്കാഡോ. അവക്കാഡൊക്കെ മെഡിസിൻ ആയി വരണേ ഉള്ളൂ. ഇനി അപ്പൊ എന്തായിരിക്കാം ഈ ഒരു ഫാമിലിയുടെ പ്രത്യേകതകൾ? ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കാണാപ്പാടം പഠിക്കണ്ട. എന്താ പ്രത്യേകതകൾ എന്നറിയോ? അതിന്റെ കറസ്പോണ്ടിങ് മിനറൽ കിങ്ഡം എന്ന് പറയുന്നത് റോ 2 ആണ്. മിനറൽ കിങ്ഡം അറിയാത്തവർ ഇതിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അറിയില്ല? റോ 2 അത് പീരിയോഡിക് ടേബിളിൽ റോ 2 എടുത്താൽ മതി. ഏതാ കറസ്പോണ്ടിങ് മെഡിസിൻസ് വരിക? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. ഈ ഇത്രയും മെഡിസിൻ മേ ബി റെപ്പർട്ടറൈസേഷനിൽ വന്ന ഫസ്റ്റ് പോയിന്റ് ക്യാൻസറാന്ന് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് ക്യാൻസറാന്ന് ഉറപ്പിക്കാം. ഇതിലേതെങ്കിലും ലിഥിയാവാം, ബെറിലിയാവാം, ബോറോൺ ആവാം. ബോറോണൊക്കെ റെപ്പർട്ടറൈസേഷനിൽ കയറി വരാൻ കൃത്യമായി റെപ്പർട്ടറൈസ് ചെയ്യുകയാണെങ്കിൽ ദെൻ കാർബൺ, നൈട്രജൻ, ഇതാണ് കറസ്പോണ്ടിങ് മെഡിസിൻ വരിക. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ? ക്യാൻസറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാൻസറിന്റെ ടോക്സിൻസ് സ്കിന്നിൽ തട്ടിയ ഉടനെ അതിനൊരു കോൾഡ്നെസ് ഫീൽ ചെയ്യും. ഇതല്ലേ നമ്മൾ സിംറ്റംസ് പറയുന്ന കോൾഡ്നെസ്. എന്തുകൊണ്ട്? അപ്പൊ ഈ കോൾഡ്നെസ് അത് പുറമെ ഈ ക്യാൻസർ കുറച്ചുകൂടി നേരം നിന്ന് കഴിഞ്ഞാൽ ഇത് ബ്ലഡിൽ കലർന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനും കിഡ്നിയിലാണ് ഏറ്റവും അധികം ബാധിക്കുക. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുമ്പോൾ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം റിലേറ്റഡ് സിംറ്റംസ് കോളറയ്ക്ക് കൂടും, ലിലിയേസിനേക്കാളും എനി അതർ ഫംഗസിനേക്കാളും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നെർവസ് സിസ്റ്റം ത്തിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? നെർവസ് സിസ്റ്റത്തിന്റെ സിംറ്റംസ് വരിക എക്സ്ട്രീം സ്റ്റുപ്പിഫാക്ഷൻ, അതുപോലെ ഇറിറ്റബിലിറ്റി, അതുപോലെ ഭയങ്കര പേടികള്, ഫിയർ ഓഫ് ഡെത്ത്. എന്തുകൊണ്ടാണ് ഫിയർ ഓഫ് ഡെത്ത് കൂടുതലായിട്ട് വരുന്നത്? എല്ലാറ്റിനും പേടിയാണ് അവർക്ക്. എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ അവർ റോ 2 ആണ്. റോ 2ൽ നിൽക്കുന്ന പ്ലാന്റ് റെമഡിയാണ്. റോ 2യുടെ പ്രത്യേകത എന്താണ്? ജസ്റ്റ് ജനിക്കാൻ പോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ജനിച്ചു കഴിഞ്ഞേ ഉള്ളൂ. എല്ലാം സ്ട്രേഞ്ച് ആണ്, ഒന്നും അറിയില്ല. ഒരു അതർ വേൾഡിൽ നിന്ന് ജസ്റ്റ് വന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ അവരുടെ ഒരു ഇതിൽ എന്താ വെച്ചാൽ ജസ്റ്റ് യൂണിവേഴ്സിൽ എത്തി, ഇനി എന്താ അറിയില്ല, ഇനി തിരിച്ചു പോകേണ്ടി വരുമോ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഡെത്ത് ഭയങ്കര കൂടുതലാണ്. സ്ലീപ്ലെസ്നെസ് ഭയങ്കര കൂടുതൽ. എന്താ ഉറങ്ങാതിരിക്കണേ അറിയില്ല. ഒരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ല എന്താ ഉറക്കാത്ത, അറിയില്ല. എന്തുകൊണ്ടായിരിക്കാം? ഡീപ്പർ ലെവല്, ഡെല്യൂഷൻ ലെവല്, അല്ലെങ്കിൽ ഡീപ്പറിലായിട്ടുള്ള സെൻസേഷൻ ലെവലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കാം? ഫിയർ ഓഫ് ഡെത്തോ, ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സോ, ഫിയർ ഓഫ് ഗോസ്റ്റോ, എക്സ്ട്രീം ലെവലിൽ. ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാലും കൊളാപ്സ് ചെയ്യും. അവർക്ക് അത്ര ഇന്നർ സ്ട്രെങ്തേ ഉള്ളൂ, മെന്റൽ ഹെൽത്തേ ഉള്ളൂ, മെന്റൽ സ്ട്രെങ്തേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഫിസിക്കൽ സിംറ്റത്തിനേക്കാളും അപകടകാരി ആരാ?
മൈൻഡില് നെർവസ് സിസ്റ്റം ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആണ്. ഒരു കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാത്തൊരവസ്ഥയിലാണ്. ഏത് സ്ട്രെസ്സും ഡയറക്റ്റ്ലി നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തുന്നത് കുറവാണ്. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ ക്യാൻസറിൽ നേരെ പോയിട്ട് നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. കോൾഡ് കൊളാപ്സ് ലുക്ക് ഉണ്ടാവും, ആസ് എഫ് ഡെത്ത് എന്നുള്ളൊരു സെൻസേഷൻ ഉണ്ടാവും, പിന്നെ എക്സ്ട്രീം ഇറിറ്റബിലിറ്റി ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ചെറുതായിട്ട് എല്ലാ ഇമോഷൻസും ഹൈപ്പർ ആയിട്ട് പോകും. എന്തൊക്കെ 5 ഇമോഷൻ ഉള്ളത് ഡോക്ടറെ? സ്ഥിരം ഞാൻ ചോദിക്കുന്നത് ഫിയർ, ആങ്കർ, envy, അതാണ് envy. joy, joy, envy, anger. യെസ്. അപ്പൊ സാഡ്നെസ്. അഞ്ജലി. അപ്പൊ ഇത്രയും കാര്യങ്ങള് എക്സ്ട്രീം ലെവലില് വിത്തൗട്ട് എനി മറ എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ മറച്ചു വെക്കാനുള്ള മെന്റൽ സ്ട്രെങ്ത് ഒന്നും ഇല്ല, അല്ലെങ്കിൽ അതൊന്നും ഒളിച്ചു വെക്കാനുള്ള അത്ര അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ ഇതെല്ലാം വളരെ ഓപ്പൺ ആയിട്ട് അവർ കാണിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ആങ്സൈറ്റി വിത്ത് ഫ്രെറ്റ്ഫുൾനെസ്, ഗ്രേറ്റ് ആംഗ്വിഷ്. അപ്പൊ ഈ സിംറ്റംസ് ഒന്നും ഇനി പഠിക്കണ്ട. എന്നുവെച്ചാൽ അവര് റോ 2 അതിന്റെ കറസ്പോണ്ടിങ് പ്ലാന്റ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രീം ആങ്സൈറ്റി, എക്സ്ട്രീം ഫിയർ, ഇത് ശരിക്കും മനസ്സിൽ കയറ്റുക. ഇത് കാണാപ്പാടം പഠിക്കാൻ പാടില്ല. പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റ് സ്റ്റേറ്റ് മനസ്സിലാക്കിയാൽ റോ 2 ഒരു പേഷ്യന്റ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ക്യാൻസർ കൊടുക്കാം. വെറാട്രം എന്ന് പറയുന്നത് റോ 5 ഒരു ലീഡർ അല്ലേ വെറാട്രം ആൽബം? ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കുറിച്ചല്ലേ നമ്മൾ ശരിക്കും പറയാറ് ഒരു മെഡിസിൻ എടുക്കുമ്പോൾ. സോ ഭയങ്കര പവർഫുൾ ആൾക്കാരായിരിക്കും. അപ്പൊ ഒരു ചെറിയൊരു ട്രോമ, ചെറിയൊരു ഇൻസിഡൻസ് കൊണ്ടൊന്നും അവർക്ക് ഡയറിയ, നമ്മൾ കോസേഷൻ ചോദിക്കുമ്പോഴാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റിലല്ല അവർ നമ്മളെ കാണുന്നതും നമ്മളെ സംസാരിക്കുന്നതും. അപ്പൊ അത് പറഞ്ഞാൽ വളരെ ഈസിയാണ് നമുക്ക് ഇതാവാൻ. ഇനി ലൈക്കോപ്പൊടി തന്നെ ശരിക്കും ഈഗോയിസം ഉണ്ടെങ്കിലും ആക്ച്വലി ഈഗോയിസം അവർ കാണിക്കുന്നത് അവരാണ് ആദ്യം ശരിക്കും എന്താ പറയാ, ഫംഗസിൽ ലൈക്കോപ്പൊടിയല്ലല്ലോ, ഫേണല്ലേ ലൈക്കോപ്പൊടിയെ തെറ്റിട്ടല്ലേ? ഫംഗസ് ചെയ്ത ബോവിസ്റ്റ ഒക്കെ അല്ലേ, സീക്കൽ കോറൊക്കെ. അപ്പൊ ഇതിലൊക്കെ എന്താന്ന് വെച്ചാല് ഇത് ബാക്കിയുള്ളവര് ഭയങ്കരമായിട്ട് ഇവരെ എന്തെങ്കിലും എന്താ പറയാ, ബോവിസ്റ്റ് ഒക്കെ വരണമെങ്കിൽ ഫംഗസ് ആണെങ്കിൽ ബാക്കിയുള്ളവരെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ജീവിതം അല്ലെ. ഫംഗസ് ശരിക്കും ഒരു ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് പോവല്ലേ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അതിന്ന് ന്യൂട്രിയൻസ് എടുക്കുക ചെയ്യുക. അപ്പൊ നമുക്കൊരു ആനിമൽ നേച്ചറൊക്കെ തോന്നും പലപ്പോഴും ഫംഗസ് വരുമ്പോ, പാരസൈറ്റിക് നേച്ചർ നന്നായിട്ട് തോന്നും. യെസ്. അപ്പോൾ ഈ ക്യാൻസർ വേറെ സിംറ്റംസ് എന്താ വെച്ചാൽ ഫംഗസിന് ടൂ മച്ച് ഡിപ്പെൻഡന്റ് ആയിരിക്കും ഫംഗസ്. അപ്പൊ ഇത്രയും സിംറ്റംസിൽ നമുക്ക് വേണമെങ്കിൽ വൃത്തിയായിട്ട്. പിന്നെ ഈ ഫംഗസിന് സഡൻനെസ് ഇല്ല, പതുക്കെയുള്ള ഡയേറിയ. എന്നാൽ ക്യാൻസറിന് സഡൻ ഓൺസെറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി നെർവസ് സിസ്റ്റം എജിറ്റേറ്റഡ് ആണ്. അപ്പൊ പെട്ടെന്ന് അക്യൂട്ട് മയാസത്തിലായിരിക്കുന്നത് സുനാമി പോലെ വരും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി ഇതൊന്നും കാണാപ്പാടം പഠിക്കേണ്ട, പേഷ്യന്റിനെ കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നെക്സ്റ്റ് എന്താ ഉള്ളത്, കൺഫ്യൂഷൻ ഓഫ് ഹിസ് ഐഡന്റിറ്റി. കൃത്യമായിട്ടുള്ള ഒരു കൃത്യത ഉണ്ടാവില്ല അവരുടെ വർത്തമാനത്തിലൊന്നും. പിന്നെ ഇവർക്ക് നമ്മൾ പറഞ്ഞു റോ 2 ഒരു ചെറിയൊരു ഫ്ലോറിൻ എലിമെന്റ് എന്ന് വെച്ചാൽ എല്ലാവരും കേഴ്സ് ചെയ്യുക, അങ്ങനെ അവര് എക്സ്ട്രീം ഇറിറ്റബിലിറ്റി കാണിക്കും ആ ഒരു അസുഖങ്ങൾ വരുമ്പോൾ. എക്സ്ട്രീം പേടി, എക്സ്ട്രീം ഇമോഷൻസിന്റെ ഒക്കെ എക്സ്ട്രീം ലെവൽ അവർ കാണിക്കും. വയലന്റ് ദേഷ്യം വരും. ഇത്രയും ആണ് ഫസ്റ്റ് ഉണ്ടാവുക. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡെസ്പറേഷൻ മോഡിൽ പോവും. ചിലപ്പം സൂയിസൈഡൽ ടെൻഡൻസി വരെ കാണിക്കാൻ പറ്റും. ദെൻ ക്രാംസ് കാണിക്കും. ക്രാംസ്, കൺവൾഷൻസും ക്രാംസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഇതിന്റെ ഒരു കോമൺ സിംറ്റം ആണ്. ദെൻ എപ്പിലെപ്റ്റിക് അറ്റാക്കുകൾ. അപ്പൊ ഇതിൻ്റെയൊക്കെ കാരണം എന്താ, എന്തെങ്കിലും സഡൻ ഇമ്പൾസുകൾ അവിടെ ഉണ്ടാവും, ഏതെങ്കിലും ഇമോഷൻസ് സഡൻ ആയിട്ട് വരിക, ഏതെങ്കിലും പേടികൾ പെട്ടെന്ന് വരിക. ഇതൊക്കെ കൊണ്ടിട്ട് നേരെ പോയിട്ട് കൺവൾഷനെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഡിമിനിഷ് സർക്കുലേഷൻ ഓഫ് ദി ബ്ലഡ് ടു ദി പാർട്സ് മോസ്റ്റ് ഡിസ്റ്റന്റ് ഫ്രം ദി ഹാർട്ട്. ഹാർട്ടിന്റെ അകലെയുള്ള മറ്റേ ലെഗ്സിലേക്കൊക്കെ ഉള്ള സർക്കുലേഷൻസ് കുറയും. ക്രാംസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ കാൽസ്യം കുറവുണ്ടായിരിക്കും. പിന്നെ പലപ്പോഴും കോസേഷൻ എന്ന് പറയുന്നത്
shock from injury, shock from eruption, or shock from suppressed eruption, cold air, sunstroke and vexation. വലിയൊരു വില്ലനാണ് സൺസ്ട്രോക്ക്. വെയിൽ കൊള്ളുക, അങ്ങനത്തെ എക്സ്ട്രീംസ് വെതർ ഒന്നും അവർക്ക് പറ്റില്ല. അവർ ഭയങ്കര ഡെലിക്കേറ്റഡ് അല്ലേ, എക്സ്ട്രീംസ് ഒന്നും പറ്റില്ല അവർക്ക്. ഇനി ഈ കോൾഡ്നെസ് എന്ന് പറയണത് ഈ തണുത്ത അങ്ങനെയല്ലേ, നമ്മള് ക്യാംഫർ നമ്മുടെ ബോഡിയിൽ വെക്കുമ്പോൾ എങ്ങനെയാ കോൾഡ്നെസ് ഉണ്ടാവുക? തണുത്ത കാറ്റാണ് വീശുന്ന പോലെ. സെയിം ആണ് പ്രൂവിങ്ങിലും പറഞ്ഞിരിക്കുന്നത്. ക്യാംഫർ പ്രൊഡ്യൂസസ് ടെറ്റനിക് സ്പാസം. ടെറ്റനിക് സ്പാസംസ് ഡെവലപ്പ് ചെയ്യാം. സോ ലൈക്ക് നെക്സോമിക് ആൻഡ് ഫൈറ്റോലേക്ക് എന്നാ പറയുന്നത്. ഓക്കെ, ഇനി ഇവർ നമ്മൾ റോ 2 ആയതുകൊണ്ട് റോ 2 എക്സ്ട്രീം എക്സിസ്റ്റൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഇവർക്ക് ഉണ്ടാവും. ഭയങ്കരമായിട്ട് ഈ ഒരു ഇൻസെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യും. ഈ ഇൻസെക്യൂരിറ്റിയും പേടികളും. അപ്പോൾ സ്ലീപ്പ്, ഉറങ്ങാൻ പേടിയാണ്, ഡാർക്ക്നെസ് പേടിയാണ്, ഒരു നൈറ്റ് പേടിയാണ്. പിന്നെ ഇതൊക്കെ വന്നാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ എന്താന്ന് അറിയില്ല, എനിക്ക് ഈ ലോകം വിട്ടു പോകേണ്ടി വരും. ഇതൊരു കോമൺ ലാംഗ്വേജ് ആട്ടോ അവരുടെ. ഡീപ്പർ ലെവലിൽ നമ്മൾ കേസ് എടുക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ പറയുള്ളൂ. ഹിസ്റ്റീരിക് ഫിയേഴ്സ്. പിന്നെ ഈ അപ്രോച്ചിങ് ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡ്നെസ് അല്ലേ, തണുപ്പ് ഭയങ്കരമായിട്ട് ഇവർക്ക് പേടിയാണ്. അവർക്ക് എന്ത് സുഖം എക്സ്ട്രീം കോൾഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് എന്താണ്ടാവും? ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര പേടിയാണ് അവർക്ക്. ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര പേടിയാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. പിന്നെ ഈ അതാ പറഞ്ഞത് വീക്ക് ഈഗോ എന്ന് വെച്ചാൽ ഇത് പ്രൈമറി ഇമ്പൾസസിലെ ഈ 5 ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് അവർക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോ ഈ ഇമോഷൻസിനൊക്കെ ഡയറിയ, ഗ്യാസ്, കോളിക്ക്, ഇന്റൻസ് കോൾഡ് ഫീലിംഗ് ഒക്കെ തോന്നും. പിന്നെ മൈൻഡ് ഭയങ്കരമായിട്ട് ഷാർപ്പായിരിക്കും. ഷാർപ്പാന്നാണ് പറയണത്, ഇന്റലിജന്റ് ആണെന്നല്ല കേട്ടോ. ഷാർപ്പായിരിക്കും. എന്താണ് അറ്റ്മോസ്ഫിയറിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്, ഇതെല്ലാം ഇവരെ ബാധിക്കുകയും ചെയ്യും. ഇത് ഈ വാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് അവരൊരു മെറ്റീരിയലിസ്റ്റിക് ആൾക്കാരൊന്നല്ല കേട്ടോ. ഒരു നാച്ചുറിനെ ഇഷ്ടപ്പെടുന്ന, നാച്ചുറിന്റെ ഒരു മാറ്റങ്ങൾ അറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് അവർക്ക് തന്നെ പേടിയാണ്. എനിക്ക് പേടിയാണെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പൊ ആങ്സൈറ്റി അറ്റാക്ക് വരുമോ? സ്ഥിരമായിട്ട് പേഷ്യൻസ് പറയുന്നൊരു, ഞാൻ ക്യാംഫർ കണ്ടതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചത്, എനിക്ക് പാനിക് അറ്റാക്ക് വരുമോ, എനിക്ക് ആങ്സൈറ്റി അറ്റാക്ക് വരുമോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് വരും. അപ്പൊ ഇവർക്ക് എപ്പോഴും റോ 2 പോലെ തന്നെ ഏതെങ്കിലും ഒരാള് ഒരു കൂട്ടിനുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. എപ്പോഴും ഒരു സ്ട്രോങ് സ്ട്രക്ചർ, ഒരു വീക്കായിട്ടുള്ള ആൾക്കാരല്ല, എപ്പോഴും ഒരു സ്ട്രോങ് സ്ട്രക്ചർ ഇവരുടെ എപ്പോഴും സഹായത്തിന് വേണം. അപ്പോൾ എനി സ്റ്റിമുലസ് ഓർ എനി ഒഫൻസ് ലെഡ്സ് ടു ജനറൽ കൊളാപ്സ്. ഏത് സ്റ്റിമുലസ് ആണെങ്കിലും, അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നാം ഇതെന്താ ഇത്ര പ്രാധാന്യമുള്ള ഈ ഒരു കാര്യത്തിന്. അങ്ങനെയല്ല, അവരുടെ നെർവസ് സിസ്റ്റം ഓൾറെഡി വളരെ ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് ഏത് ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ സ്റ്റിമുലസ് ഇവർക്ക് എന്ത് അസുഖം വരാം. എന്ത് അസുഖം എന്ന് വെച്ചാൽ കിഡ്നിയിൽ പ്രശ്നം വരാം, നെർവസ് സിസ്റ്റത്തിന് പ്രശ്നം വരാം, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് വരാം. ഇത്രയാണ് ശരിക്കും ക്യാൻസറിന്റെ കോമൺ സിംറ്റംസ്. ഇനി എന്താ അതിൽ സംശയമുള്ളത് ചോദിച്ചോളൂ. ശരിക്കും ഇത്രേ പഠിക്കണ്ടോ? നമ്മളിങ്ങനെ കുറേ അധികം വായിച്ച് കുറേ അധികം ബുദ്ധിമുട്ടി പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ മെയിൻ ആൾക്കാരെയൊക്കെ നമ്മൾ മറക്കും. എന്നുവെച്ചാൽ അതിന്റെ കോർ ഓഫ് റെമഡി പലപ്പോഴും നമ്മൾ കളയണം. കോമൺ സിംറ്റംസ് ആണ് പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാന്ന് പോലും ചിന്തിക്കാതെ. ഇപ്പൊ നമ്മൾ ഈ കോൾഡ്നെസ് പഠിക്കുന്നു, എന്തുകൊണ്ടാ? വീക്ക്നെസ് വരുന്നു, എന്തുകൊണ്ടാ? ആങ്സൈറ്റി വരുന്നു ക്യാൻസറിന്, എന്തുകൊണ്ടാണ്? ഇനി ഇതൊക്കെ വന്നാൽ വേറെ മെഡിസിൻസും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ കൃത്യതയോട് കൂടി കൊടുക്കാൻ പറ്റുക? ഇതൊന്നും ഇല്ലാതെ നമ്മൾ മെഡിസിൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. മെഡിസിൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അത് എവിടുന്ന് വരുന്നു, ഏതെന്ന് എടുത്തിരിക്കുന്നു, അതിന്റെ പ്രൈമറി സാധനം, അതിന്റെ ആൽക്കലോയിഡിന്റെ ആക്ഷൻ എന്താണ്, അത് നമുക്ക് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ എന്ത് സിംറ്റംസാണ് വരെ, ഇതെല്ലാം നമുക്ക് ഈ പ്രൂവിങ്ങിൽ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ അവരുടെ ആൽക്കലോയിഡോ അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതിന്റെ നെക്സ്റ്റ് ഒരു പാർട്ടാണ് ഇത് കറസ്പോണ്ടിങ് മിനറൽ വെച്ച് പഠിക്കുക. കറസ്പോണ്ടിങ് മിനറൽ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ റെപ്പട്രൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാവും.
ഇപ്പോൾ റോ 2-ല് കുറച്ചധികം മെഡിസിൻസ് ആഫ്റ്റർ റെപ്പട്രൈസേഷൻ ഉണ്ടെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ക്യാമ്പർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ക്യാമ്പറിന്റെ സഡൻ കൊളാപ്സ് എങ്ങനെയുണ്ടായി, അതുപോലെ എന്തുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്, സൺസ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ഇവർ കൊളാപ്സ് ആയി പോണതും അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ഫിയർ ഓഫ് ഡെത്ത് ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അറിയാം ഇവരുടെ സ്റ്റേറ്റ് എന്നുള്ളതാണ് കുറച്ചൊക്കെ ലോറേൽസിന്. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇവര് ഈ ആൻസൈറ്റി അറ്റാക്ക് വരൂ, പാനിക് അറ്റാക്ക് വരൂ എന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങളിൽ അവർ സ്ട്രോങ് ആയിട്ട് വേണ്ടാന്ന് വെക്കും ആ ഒരു തോട്ട് പ്രോസസ്സ്. പക്ഷെ ആ തോട്ട് പ്രോസസ്സ് വരുന്നത് എന്താ വെച്ചാൽ സെമി കോൺഷ്യസ് ഐഡിയയില്, സെമി കോൺഷ്യസ് ലെവലില്. കാരണം ഇപ്പൊ വേദനകളൊക്കെ ഒരു ഹാഫ് കോൺഷ്യസ് കണ്ടീഷനിലാണ് ഇവർക്ക് കൂടുതലായിട്ട് തോന്നുക. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവം മാറും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഓൺ തോട്ട്സ് തന്നെ ഭയങ്കര ഇതാണ്, പേടിയാണ്. എന്നുവെച്ചാൽ ഇവർക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ ആൻസൈറ്റി അറ്റാക്ക് വരൂ, പാനിക് അറ്റാക്ക് വരൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയാണ് മെന്റൽ കപ്പാസിറ്റി ഉള്ളൂ എന്ന് ഇവർക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ തന്നെ ചിന്തകൾ പേടിയാണ്. ഇപ്പം നല്ലൊരു പേഷ്യൻ്റ് ഇവിടെ വന്നിരുന്നു പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ഇതൊക്കെ പേഷ്യൻ്റ് പറയുമെന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ പേഷ്യൻ്റ് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ നമ്മൾ ഇതെല്ലാം റെപ്പർട്ടോറിയൽ ലാംഗ്വേജിലാക്കാൻ കുറേ അധികം ശ്രമിച്ചിരുന്നു. റെപ്പർട്ടറൈസ് ചെയ്യണം. പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നോക്കാറില്ല. ജസ്റ്റ് ആ പേഷ്യന്റിന്റെ ലാംഗ്വേജ് എടുത്തിട്ട് അങ്ങനെ ഒട്ടും ചിന്തിക്കാതെ എന്തിനു പറഞ്ഞു എന്ന്, ഇത് തന്നെയാണോ കറക്റ്റ് അവരുടെ കണ്ടീഷൻ അറിയാതെ റെപ്പർട്ടറൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് തെറ്റുപറ്റണേ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടറെ പേടിയാണ്, എൻ്റെ തന്നെ ചിന്തകൾ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡൈവേർട്ട് ചെയ്യും, പണി ചെയ്തുകൊണ്ടിരിക്കും, അപ്പൊ എനിക്ക് വേദന അറിയില്ല. ഇത് നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു ഇതായിരിക്കും. ദിസ് ഈസ് ഓൾസോ ക്യാമ്പർ സ്റ്റേറ്റ്. ക്യാമ്പർ സ്റ്റേറ്റ് ആണ്. കാരണം അവർക്കറിയാം അവർക്ക് അവരുടെ ഓൺ തോട്ട്സ് പ്രശ്നമാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ തോട്ട്സിനെ അവരെ ഡൈവേർട്ട് ചെയ്യും. ഇനി വേറെ ഇപ്പം എന്താ ഇതിലുള്ളത്? ഇത്രക്ക് തന്നെ ശരിക്കും പഠിക്കണ്ടോ, അല്ലാതെ എന്താ ഇൻഫർമേഷൻ ഓഫ് ദി ബ്രെയിൻ ആഫ്റ്റർ സൺസ്ട്രോക്ക്, വേഴ്സ് ഫ്രം ബാക്കിയൊക്കെ ശരിക്കും ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നത് കാര്യമുള്ളൂ. ആ സ്റ്റേറ്റ് കറക്റ്റ് ആയിട്ട് അറിയുക. എന്നിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ ഈ സിംറ്റംസും കൂടി വെച്ചിട്ട് ഈ സിംറ്റംസ് ആ മെഡിസിനിൽ ഇല്ലേ എന്ന് നോക്കുകകൂടി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സിമിലിമം കിട്ടും. നോട്ട് സിമിലർ, സിമിലിമം സ്റ്റേറ്റ് പേഷ്യൻ്റ് കിട്ടിയിട്ട് കറക്റ്റായിട്ട് മെഡിസിൻ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ഡോസ് ഇൻഹലേഷൻ പോലും നന്നായി വർക്ക് ചെയ്യും. ഞാനത് ചെയ്യാറുള്ളതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. നമ്മുടെ മെഡിസിൻ അത്രയും ആക്ഷനാണ്. ജസ്റ്റ് ഒരു ഇൻഹലേഷൻ പോലും. ഇന്ന് വന്ന കേസാണ്. ഇന്ന് വന്ന കേസ് എനിക്ക് തോന്നണേ നമ്മൾ കാണിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഒരൊറ്റ ഡോസ് ഇൻഹലേഷൻ. Okay, I found this on the web for history inhalation below. Check it out. ഇൻഹലേഷൻ ജസ്റ്റ് ഒരു ഇൻഹലേഷൻ ആണ് ചെയ്തിട്ടുള്ളൂ. 3 വീക്കായിട്ട് പേഷ്യന്റിനെ കണ്ടതാണ്. ഞാൻ തന്നെ അതായിപ്പോയി. കാരണം ഒട്ടും ഇറപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. കറക്റ്റ് മെഡിസിൻ സിമിലിം ആണെങ്കിൽ അവിടെ ആ ഒരു സമയത്ത് നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോസേജോ അല്ലെങ്കിൽ മോഡ് ഓഫ് അപ്ലിക്കേഷനിലോ ഒന്നും വലിയ അർത്ഥമൊന്നുമില്ല. ആദ്യം ചെയ്യേണ്ടത് സിമിലിമം ആവണം എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ കേസ് എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് ആദ്യം ചോദിക്കുന്നത് ഏത് പൊട്ടൻസി കൊടുത്തു എന്നാ, അല്ലെങ്കിൽ അതെങ്ങനെ കൊടുത്തു എന്നുള്ളത്. ഇതൊന്നും പ്രാധാന്യമില്ല. കറക്റ്റ് മെഡിസിൻ എനി ഫോമിൽ കൊടുത്താലും എനി പൊട്ടൻസിയിൽ കൊടുത്താലും വളരെ കറക്റ്റ്. അപ്പോൾ സിമിലിമത്തിലേക്ക് ശ്രമിക്കുക. സിമിലിമത്തിലേക്ക് ഒരു മെഡിസിൻ നമ്മൾ എത്തിക്കണം എങ്കിൽ നമുക്ക് അതിൻ്റെ 360 വ്യൂ അറിയാം. ഒരു മെഡിസിൻ്റെ 360 വ്യൂ അറിയാം. എന്ന് വെച്ചാൽ അതെവിടെ നിന്ന് വരണു, എന്താണ് അതിൻ്റെ ആൽക്കലോയിഡ്. ഞാൻ പ്ലാന്റിനെ കുറിച്ചാണ് പറയണത്. എന്താണ് ആൽക്കലോയിഡ്, എവിടെയൊക്കെ ആക്ഷൻ ഉണ്ട്, എന്തൊക്കെ ആക്ഷൻ വരാം. മൈൻഡ്, സൈക്കിക് എന്ന് വെച്ചാൽ നെർവസ് സിസ്റ്റം അറിയണം. ആ മെഡിസിൻ്റെ എൻഡോക്രൈനൽ ഗ്ലാൻഡിൽ എത്ര ആക്ഷൻ വരുന്നു, ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എത്ര ആക്ഷൻ വരുന്നു, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദെൻ മെയിൻ പാർട്ട് മൈൻഡ്. മൈൻഡിൽ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും, വീക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും, എങ്ങനെയാണ് അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് പ്രശ്നം വരും, അത് വലിയ കാര്യങ്ങളിലാണോ ഇവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുള്ളൂ. ഇത്രയ്ക്ക് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് പോലും നമുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കാം. ഇനി ക്ലാസിക്കൽ ഹോമിയോപ്പതിയുടെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മണിക്കൂറുകൾ നമുക്ക് കേസ് എടുക്കാൻ പോകുന്നുള്ളതാണ്.
ആക്ച്വലി ഒരു മെഡിസിൻ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം 360 ഡിഗ്രിയിൽ അറിയുമെന്ന് വെച്ചാൽ 10 മിനിറ്റ് വേണ്ട ഒരു പേഷ്യന്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് ഒരുപാട് എഫേർട്ടുകൾ വേണം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് എഫേർട്ടുകൾ എടുത്താലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇതിന്ന് ഒന്ന് മാറണമെങ്കിൽ മിനിമം 5 ഇയർ വേണം. അപ്പൊ അത്രയും കഷ്ടപ്പെടണം ആ ഒരു ലെവലിലേക്ക് എത്താൻ. ശരിക്കും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചിന്തിക്കണം എന്നറിയോ? ഒന്ന്, ലെവൽ 1 ഈ സിംറ്റംസ് ഈ ഒരു ഓർഗനിൽ, ഈ മെഡിസിൻ ഈ ഓർഗനിൽ അഫക്റ്റ് ചെയ്യൂ, അത് എത്രത്തോളമാണ് കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ അത്രയും ഒരു കേസ് ഇപ്പം നമ്മുടെ മയാസം സിഫിലിറ്റിക് മയാസ് ആണെങ്കിൽ അത്രയും ലെവലിലേക്ക് പോവോ ആ മെഡിസിന്റെ ആക്ഷൻ. അതുപോലെ അതിന് ഏതാ അലക്ലോയിഡിലെ ഏത് ഓർഗനാണ് വർക്ക് ചെയ്യുക, എപ്പോഴാണ് അഗ്രവേഷൻ അഗ്രവേഷൻ, ദെൻ അതിന്റെ അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും, കുറച്ച് ഡീപ്പർ ലെവലിൽ ഡെല്യൂഷൻ ആൻഡ് ഡ്രീം സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും, അവർക്ക് എന്തെങ്കിലും സെൻസേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ ഏത് ഏജിലാണ് നിൽക്കുന്നത്, അപ്പൊ നമുക്ക് എവിടെയാണ് പീരിയോഡിക് ടേബിളിൽ ഇവരെ ഫിറ്റ് ചെയ്യാൻ പറ്റുക. ദെൻ കംസ് മയാസം അറിയണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമുക്ക് ശരിക്കും പോണം. അപ്പൊ നമ്മളിപ്പോ കാർ ഓടിക്കുമ്പോ എങ്ങനെയാ, കാർ ഓടിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, സെയിം എഫക്ട് അതോട് കൂടിയിട്ട് ഓരോ കേസും നമ്മൾ ഒരു മാത്തമാറ്റിക്സ് പോലെ ചെയ്യാൻ ശ്രമിച്ചാൽ നന്നായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഇനി ക്യാംഫറും മറക്കരുത്. ക്യാംഫറും വെരാട്രും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ക്യാംഫറും വെരാട്രും തോന്നുന്നു അധികം നമുക്ക് തെറ്റാം. രണ്ടും ഗ്യാസ്ട്രൈറ്റിസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ക്യാംഫർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് റോ 2 ആണ്. ലിലിയേസിയ വെരാട്രം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു റോ 6 or 5. അപ്പൊ ഇത് ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ വളരെയധികം ഇങ്ങനെ കരഞ്ഞ് വിളിച്ച് ഭയങ്കര പേടികൾ വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. സഡൻ ഇമ്പൾസ് ആണ്, അക്യൂട്ട് മയാസ് ആണ്. പെട്ടെന്ന് ആണെങ്കിൽ വെരാട്രം ആൽബം ഏതാ മയാസം നോക്കട്ടെ, വെരാട്രം ആൽബം ഏതാ? ഞാൻ കുറെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എല്ലാവരും ഒന്നുകൂടി ഒരു സീരിയസ് ആയിട്ട് നമുക്ക് ഇതെടുക്കണം. എല്ലാവരും ഇമോഷണൽ ലെവലിൽ നിന്നിട്ടാണ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യണേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഡീപ്പർ ലെവലിൽ നിന്നാൽ മാത്രം. വെരാട്രം ലിലിയസ് തന്നെയാണ്. മയാസാട്ടോ രണ്ടും അക്യൂട്ട് മയാസ. വെരാട്രം അക്യൂട്ട് മയാസാണ്. വെരാട്രം വെറിഡിയാണ് ടൈഫോയിഡ് മയാസ. എനിക്ക് തോന്നുന്നു വെരാട്രം വെറിഡിയാണ് തോന്നുന്നു കൂടുതൽ ഗ്യാസ്ട്രൈറ്റിസിന് വരാറ്. എനിവേ, അപ്പോൾ ഇതെല്ലാം മയാസം അറിയണം, ദെൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇത് അറിയണം. ഇത്രയും അറിയണം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ കുറെ അധികം ഇല്ല. ആ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ക്യാംഫർ കാണാപ്പാടം പഠിക്കേണ്ട, റോ കൂടെ ഒരു കറസ്പോണ്ടിങ് ആണ്. ഈസിലി നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞു. എത്ര ഈസി ആയിട്ട് പഠിച്ചു നമ്മള്. ആർക്കാ ക്വസ്റ്റ്യൻസ് ഉള്ളേ? കൃത്യം 3:05 അവസാനിപ്പിച്ചു ഞാൻ. യെസ്. Excuse me, ma'am. Can you explain also, like, how did you go from the camphor to selecting the row? Like, you use the alkaloid? Like, how I couldn't No. understand This is in Macnolidae family. Macnolidae. Okay. Macnolidae corresponds to row 2. Okay. So that is already distinguished like that. These families corresponding to. So we have to directly see those medicines. Yes. There is a plant table corresponding to periodic table. Okay. Got it. Thank you, ma'am. Yes. Bye. അപ്പൊ ഓക്കെ, നമുക്കൊരു 8 മാസം പിടിക്കല്ലേ? 8 മാസത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിൽ 2-3 ബാച്ചിലെ ആൾക്കാരുണ്ട്. ബ്ലോസത്തിന് ഇപ്പൊ 3-4 ബാച്ച് ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും ഞാൻ കൊണ്ടുപോകുന്ന രീതി വ്യത്യാസമാണ്. കാരണം ഈ ഒരു ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവും, പലർക്കും പലതാ പഠിക്കണ്ടേ. ഞാൻ വെറുതെ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ ടേബിളൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇതിൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പറയാം. അതാത് ഗ്രൂപ്പുകളിൽ പ്ലാന്റിൽ ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്, മിനറൽ ഇനി എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ സംശയങ്ങൾ ഇതെല്ലാം നമുക്ക് തീർത്ത് മുന്നോട്ട് പോവാം. ഓക്കെ, ഞാൻ ഈ ഒരു ആഴ്ച നമുക്ക് നല്ല ഒരു സക്സസ് എന്ന് പറയാനുള്ള ഒരു കേസ് ഏതായിരുന്നു? ഇതന്നെ ഒരു സോറിയാസിസ് കേസ് ഉണ്ടായിരുന്നു. 3 week 1 dose ഇൻഹലേഷൻ നല്ലോണം കുറഞ്ഞു. അപ്പോൾ ഹോമിയോപ്പതി സ്ലോ അല്ല, നമ്മുടെ പ്രശ്നമായിരുന്നു. ഞാൻ ഇത്ര കൊല്ലായില്ലേ, എനിക്കിപ്പോൾ അറിഞ്ഞു തുടങ്ങിയതൊക്കെ. അപ്പോൾ ഹോമിയോപ്പതി സ്ലോ അല്ല. ശരിക്കും നമ്മള് ഒന്നില്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഒരു, ഇപ്പോൾ നമ്മള്
ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വെനാട്രം ആൽബം വെനാട്രം പെരിഡിയം തമ്മിൽ വ്യത്യാസമുണ്ട്, വ്യത്യാസമല്ലേ. അപ്പൊ ഇതേപോലെ ആ ഒരു സ്റ്റേറ്റിനെ കറസ്പോണ്ടിങ് അതേ സിമിലിമം കൊടുത്താലാണ് ഫാസ്റ്റ് റിസൾട്ട് ഉണ്ടാവുക. റിസൾട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിക്കാം. ഏകദേശം ഒരു എനർജി ലെവൽ, ശരിക്കും ഇത് എനർജി അല്ലേ നമ്മുടെ മെഡിസിൻ. അപ്പൊ എനർജി ലെവൽ ഏകദേശം സിമിലർ കൊടുത്താൽ പോലും നമുക്ക് ആക്ഷൻ ഉണ്ടാവും. പക്ഷെ ഭയങ്കര ഫാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആ പോയിന്റിലേക്ക് വന്ന് കറക്റ്റ് എനർജി മാച്ച് ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കുമ്പോഴായിരിക്കും. അപ്പൊ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ടേ നമുക്ക് ഉള്ള ആൾക്കാരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഹോമിയോപ്പതി. ഓക്കെ, ഇന്ന് അഭിജിത്തിന് സംശയങ്ങളൊന്നുമില്ലേ? അഭിജിത്തിന് ക്യാമ്പർ അറിയാൻ തോന്നുന്നു, ഒന്നും പറയുന്നില്ല. ഓക്കെ, മാഡം നേരത്തെ മാഡം പ്രവീൺ ഡോക്ടറെ പറഞ്ഞിരുന്നു മിനറൽ അറിയാത്തവര് ഇതിനകത്ത് ഉണ്ടാവില്ലെന്ന്. അറിയാത്തവരുണ്ട് മാഡം. ഉണ്ട് അല്ലേ? അതൊരു വലിയൊരു ഉണ്ട് പ്രശ്നമാണ്. ഉണ്ട്. മിനറൽ അറിയാതെ ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് വലിയൊരു വിഷമമാണ്. കാരണം ക്ലാസ് എടുക്കുമ്പോഴൊക്കെ അതില്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ അതിന് വേണ്ടി എന്താ വെച്ചാൽ ചെയ്യാം. ഓക്കെ, എന്താന്ന് വെച്ചാൽ എന്തായാലും ചെയ്യണം മാഡം. അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് പോയി. എന്തെങ്കിലും കുറച്ച് പേരുണ്ടോന്നൊന്ന് അറിയാൻ പറ്റുമോ? എത്ര പേരുണ്ട് എന്നുള്ളതൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറയോ? അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാലോ. മിനറൽ അറിയാത്തവര് ഇതിലൊക്കെ ഇവരൊക്കെ പുപ്പുലികളാണ് ഇരിക്കുന്നത്. ഇവർക്കൊക്കെ എല്ലാം അറിയാം. ആണോ? ഇതെടുത്തിട്ട് ആരെങ്കിലും കാര്യമില്ല. പഠിപ്പിച്ചായോ? കുറെ പേര് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് എത്തും. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം. പിന്നെ കൊക്കന്റെ ബൈ. ക്ലാസ് കേട്ടപ്പോഴേ ഇപ്പൊ ശരി അതിന്റെ അകത്തൊരു ആക്ച്വലി കൊക്കന്റെ ക്ലാസ് കേട്ടപ്പോഴേ അതിന്റെ അകത്ത് വോയിസില് ആക്ഷൻ ഉണ്ടല്ലോ കൊക്ക റെമഡിക്ക്. അതെങ്ങനെയായിരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക? പെർഫോമൻസ് എവിടെയാണ്? റോ 5 പെർഫോമൻസ് റെമഡിയാണ് കൊക്ക. ഇനി അതിൽ ആൽക്കലോയിഡ് ആക്ഷൻ നോക്കിയിട്ട് പറയാം. മേ ബി ലാരഞ്ചൽ നെർവില് ആക്ഷൻ. ലാരഞ്ചൽ നെർവല്ലേ വോയിസ്? പൊട്ടത്തരം പറയാണോ? ഞാൻ കൊടുക്കാറുണ്ട്. ഈ നല്ല പാട്ട് നന്നായിട്ട് പാടാനായിട്ട് കൊടുക്കാറുണ്ട്. അത് മൈൻഡ് ലെവലിൽ നമുക്ക് മനസ്സിലായി. പിന്നെ കൊക്കേന്റെ നമുക്ക് മൈൻഡ് ലെവലിലും പറയാം, ഫിസിക്കൽ ലെവലിലും പറയാം. ലാരിഞ്ചൽ നെർവിൽ ആക്ഷൻ ഉണ്ട്. മൈൻഡ് ലെവലിൽ പറഞ്ഞാൽ ദാറ്റ് ഈസ് പെർഫോമൻസ് റെമഡി റോ 5 ആണ്. Ma'am, that day we had discussed in clinic about ma'am about in clinic we had discussed about neurotransmitters. Neurotransmitters. So ma'am, in Campora, so he's sleepless again and neurotransmitters for camera, epinephrine or serotonin. Serotonin, right? ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. Ma'am, I think it's serotonin. I think because he's sleepless and he's suicidal also. So it was similar to that sepia case, serotonin and maybe. Yes, maybe. Okay, so we can connect that way also. Sepia corresponds to row 3. Camphor corresponds to row 2. Okay, yes. Oh, thank you. Okay. Bye. Bye, ma'am. Take care. Bye. Take care. Bye.